ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ് തൊഴിൽ ശൃംഖലയാണ്. നോൺ ഗവൺമെൻറ്റൽ എംപ്ലോയ്മെൻറ്റ് മെഷീൻ. കോടിക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ പ്രധാന വരുമാനമായി നേരിട്ടും അല്ലാതെയും ഈ ഗ്രൂപ്പുകൾ മാറിയിരിക്കുന്നു. ഈ കോർപ്പറേറ്റുകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ചില കണക്കുകൾ പറയാം. 10 ലക്ഷത്തിലധികം വരുന്ന തൊഴിൽ സേനയാണ് ടാറ്റ ഗ്രൂപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവാണ് ടാറ്റ ഗ്രൂപ്പ്. 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമായി 11.5 ലക്ഷത്തിലധികം ആളുകൾ ടാറ്റയിൽ ജോലി ചെയ്യുന്നു. 6 ലക്ഷത്തോളം എംപ്ലോയീസിനാണ് TCS വരുമാനം തുറന്നിടുന്നത്, അതും ലോകോത്തര സൗകര്യങ്ങളോടെ. ഓരോ വർഷവും 40,000 മുതൽ 45,000 വരെ ഫ്രഷേഴ്സിന് ഇവർ ജോലി നൽകുന്നു. ഡിജിറ്റൽ റീറ്റെയിൽ വിപ്ലവം തുറന്നിട്ട മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇന്ന് 4 ലക്ഷത്തിലധികം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്നു. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കോർപ്പറേറ്റാണ് റിലയൻസ്. ജിയോ നേരിട്ടുള്ള തൊഴിലവസരങ്ങൾക്ക് പുറമെ ഗിഗ് എക്കോണമി, ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലകളിലായി ഏകദേശം 50 ലക്ഷം പരോക്ഷ തൊഴിലുകൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയുടെ ഇൻഫ്രാ മേഖലയിലെ പ്രധാന പ്ലെയറായ L&T അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെയും പ്രതിരോധ മേഖലയുടെയും നട്ടെല്ലാണ്. ഏകദേശം 3,37,000 പേർക്കാണ് അവർ തൊഴിൽ നൽകുന്നത്. ഹൈസ്പീഡ് റെയിൽ, മെട്രോ സംവിധാനങ്ങൾ, പ്രതിരോധ നിർമ്മാണം തുടങ്ങിയ വമ്പൻ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിലൂടെ സബ് കോൺട്രാക്ടർമാരും വെണ്ടർമാരും വഴി 10 ലക്ഷത്തിലധികം പരോക്ഷ തൊഴിലാളികൾക്ക് ഇവർ താങ്ങാകുന്നു. ലോജിസ്റ്റിക്സ് മേഖലകളിൽ ഏറ്റവും വേഗത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന അദാനി ഗ്രൂപ്പ് തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പവർ പ്ലാന്റുകൾ എന്നിവയുടെ ശൃംഖലയിലൂടെ 1 ലക്ഷത്തിലധികം നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലുകൾ ഇവർ ഉറപ്പാക്കുന്നു. ഗുജറാത്തിലെ ജാംനഗറിലും മറ്റും നിർമ്മിക്കുന്ന ഗ്രീൻ എനർജി ഗിഗാ കോംപ്ലക്സുകൾ വഴി 2026 അവസാനത്തോടെ 10,000 സാങ്കേതിക വിദഗ്ധർക്ക് പുതുതായി ജോലി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തിൻ്റെ കരുത്തുറ്റ ടാറ്റ, റിലയൻസ്, അദാനി, മഹീന്ദ്ര, L&T, ബിർള തുടങ്ങിയ മുൻനിര ഗ്രൂപ്പുകളെ ആകെ നോക്കിയാൽ 3 കോടിയോളം കുടുംബങ്ങളെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അവർ പോറ്റുന്നു. ഈ കോർപ്പറേറ്റുകൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ അത് വെറും ശതകോടീശ്വരന്മാർക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് അവരെ ആശ്രയിച്ച് കഴിയുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണ്. ഈ യന്ത്രം തകർന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വണ്ടി അവിടെ നിൽക്കും.